ഒരു സെൽഫ് ലവ് വേണമല്ലോ, നമ്മുടെ സ്കിൻ നമ്മൾ നോക്കണം, നമ്മുടെ ഹെൽത്ത്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരാണ് ഈ കമന്റ് അതിനെ നെഗറ്റീവായിട്ടും ഇതൊക്കെ ചെയ്യുന്നത്. ഒരാളുടെ ഇഷ്ടമല്ല അവരെങ്ങനെ നടക്കണം, അവരെന്ത് ധരിക്കണം, അല്ലെങ്കിൽ എന്ത് ഇതാക്കണം എന്നുള്ളത്. അപ്പം അതിന് എനിക്ക് അഭിപ്രായം പറയാനില്ല, അത് അവരുടെ ഇഷ്ടമാണ്. എൻ്റെ ഉമ്മയാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. എന്നെ ഇളക്കി വിടുന്ന മുമ്പായി പോയി വീഡിയോ ചെയ്യും, നാളെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, ഇന്നത്തെ ദിവസം വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, എത്ര വയസ്സ് വീഡിയോ ഇട്ടിട്ടെന്ന് ചോദിച്ചിട്ട് ഉമ്മ തന്നെ ഏറ്റവും ഫസ്റ്റ് സപ്പോർട്ട് ഉമ്മയാണ്. മേക്കപ്പ് ഇടുന്ന ഒരു ഗേ ആണെന്നാണ്. ഒരു കുട്ടിയെ മരിച്ചിരിക്കുകയാണ്, അപ്പം ഞാൻ കമന്റ്സ് ആണല്ലോ, കമന്റ് ഇട്ടവരാണല്ലോ ആ കുട്ടീനെ കൊന്നിരിക്കുന്നത്, ആ രീതിയിലായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മലയാളികളുടെ ഭാഗത്തുനിന്ന് ഇതിന് നല്ല റെസ്പോൺസ് ആയിരിക്കും. തിരുത്തി എഴുതിയിട്ടാണ് എനിക്ക് ആ രീതി ഞാൻ വെറുത്ത് പോകുന്ന രീതിയിലാണ് കമന്റ്സ് വന്നത്. അവൻ ചാവേണ്ടവനാണ്, ഭൂമിയിൽ ജീവിക്കാൻ പാടില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഞാനും കൂടി പോയി ചത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് സ്കിൻ കെയർ. വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തത് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല എന്ന്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ക്രീം യൂസ് ചെയ്ത് നമുക്ക് വൈറ്റ് ആക്കാന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും വർക്ക് ആവാറുണ്ട്, ചിലതൊക്കെ എനിക്ക് നല്ലപോലെ പണി കിട്ടാറുണ്ട്. എനിക്കറിയാം നാരങ്ങ കുറച്ച് പ്രശ്നമാണ്, പക്ഷെ എന്റെ സ്കിന്നിന് നാരങ്ങ പ്രശ്നമില്ല. നാരങ്ങയൊക്കെ എടുത്ത് ഞാൻ ഇപ്പൊ ഒന്നും തേക്കത്തില്ല. എന്റെ അമ്മ എന്നൊക്കെ പറയാം ഇത്തിരി പച്ചമുളക് ചാണകം കൂടെ തേക്കാൻ പറഞ്ഞാൽ അവിടെ അതും തേക്കും. അതെനിക്ക് കേൾക്കാം. വൈറ്റമിൻ സി ആണല്ലോ നാരങ്ങ, അപ്പോൾ അത് കുറച്ച് അധികം ഞാൻ തേച്ചു. ആദ്യത്തെ ദിവസം കുറച്ച് പ്രശ്നം തോന്നി, മൂന്നാമത്തെ ദിവസം മൊത്തത്തിൽ പ്രശ്നമായി. മുഖം ചൊറിഞ്ഞ് കുരുപ്പ് വരാൻ തുടങ്ങി, റിങ്കിൾസ് വന്നിട്ട് വീർത്തിട്ട് ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി. പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴല്ല അതൊക്കെ റിയാക്ട് ചെയ്യുക, ഞാൻ ഇതാക്കാൻ നോക്കുന്ന എല്ലാം റിയാക്ട് ചെയ്യുക. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു. കല്യാണം കഴിക്കണം എന്നല്ല, ക്രഷ് കഴിക്കുന്നുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഞാൻ സിംഗിൾ ആണ്, അറിയാൻ വേണ്ടി ചോദിച്ചാൽ മനസ്സിലായി. സൈക്കോളജിക്കൽ മനസ്സിലായി കളഞ്ഞ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആരെയോ കണ്ടുവച്ചിട്ടുണ്ട്. ഇല്ല, സത്യമായിട്ടില്ല. റെഡി ടു മിംഗിൾ ആണോ ഗൈസ്? ചെറുതായിട്ട്. അപ്പം കുറച്ചുണ്ട് സാധനങ്ങൾ എടുക്കങ്ങോട്ട് കാണട്ടെ. പിന്നെ ലിപ് ബാം, ഷീറ്റ് മാസ്ക്, നയസിനമൈഡ്, ഹൈലൈറ്റർ, ലിപ്സ്റ്റിക്, സൺസ്ക്രീൻ, കുറെ സൺസ്ക്രീൻ ഉണ്ട്. 7000 രൂപയുടെ സാധനങ്ങളായിട്ടാണ് നടക്കുന്നത്. ഓ മൈ ഗോഡ്. ഇതല്ല, ഇനിയുണ്ട് വീട്ടിൽ കുറെ സാധനം. ഹായ്, ഹലോ എവറിബഡി, വെൽക്കം ടു ജാങ്കോ സ്പേസ് ആൻഡ് ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ. ഈ മേക്കപ്പ്, സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ലേഡീസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പോഴേ കുറേ സൊസൈറ്റിയിൽ ചേഞ്ചസ് വന്നിട്ട് സ്ലോലി ഇറ്റ്സ് ഗ്രോയിങ് ഇൻ ടു മെൻ. ആണുങ്ങളും ഇപ്പോൾ മേക്കപ്പും സ്കിൻ കെയറും എസ്പെഷ്യലി സ്കിൻ കെയറും യൂസ് ചെയ്യാറുണ്ട്. സോ ഇപ്പം മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ബിക്കം ജെൻഡർ ന്യൂട്രൽ തിങ്. സോ ഇത് കുറേ അധികം ആ ഒരു ചേഞ്ച് വരാനായിട്ട് സൊസൈറ്റിയിലേക്ക് ഈ ഒരു മെസ്സേജ് നല്ല രീതിയിൽ എത്തിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ, ഒരു യൂട്യൂബറാണ് എന്നോടൊപ്പം ഉള്ളത്. സോ ലെറ്റ് മീ വെൽക്കം സെയ്ദ് അൻവർ ടു ജാങ്കോ സ്പേസ്. ഹായ്. സെയ്ദ് അധികം അങ്ങോട്ട് ഇന്റർവ്യൂസിലൊന്നും വന്നിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. അപ്പം കുറച്ചധികം ഞാൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ഒരു പേടിയോട് കൂടിയിട്ട് ഒരു ചെറിയൊരു ഒരു ആംബിഗ്യൂറ്റി ടെൻഷനോട് കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ബി ദ മോസ്റ്റ് കംഫർട്ടബിൾ. ഇവിടെ ചെറിയൊരു ഡിസ്കഷനും പരിപാടികളെ നമ്മൾ ഉണ്ടാകാൻ പോകുന്നത്. ഓൾറൈറ്റ്. സോ ഇൻട്രോയിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ എന്താ നല്ലതായിരുന്നു. താങ്ക് യു. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആൺകുട്ടികളുടെ ഇടയിലേക്കും ഇപ്പം സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ്, മേക്കപ്പ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് അത്രയും ഒരു ഡെപ്തിലേക്ക് എത്താനായിട്ട് സെയ്ദിനെ പോലെയുള്ള ആൾക്കാർ ഒരു വലിയ റീസൺ ആയിട്ടുണ്ട്, ലൈക്ക് ക്രിയേറ്റേഴ്സ് ലൈക്ക് യു. അപ്പം എങ്ങനെയാണ് സെയ്ദ് ഈ ഒരു സംഭവത്തേക്ക് വന്നത്? അതായത് ഇതൊരു റോഡ് നോട്ട് ടേക്കൺ ആണ് വെൻ ഇറ്റ് കംസ് ടു പീപ്പിൾ ലൈക്ക് മെൻ. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഇഷ്ടമാണ് സ്കിൻ കെയർ. പക്ഷെ എനിക്കങ്ങനെ ഇതിനൊരു ഇന്ന ആൾക്കാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ആർക്ക് ചെയ്യാനില്ല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഓരോ നോവൽസിലൊക്കെ നമ്മൾ കാണുമല്ലോ ചെറിയ നോട്ടായിട്ട് വരുന്നത്, അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഓരോന്നും ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ ഞാനിങ്ങനെ പിമ്പിൾസ് വരുമ്പോഴൊക്കെ ചെയ്ത് നോക്കും. പിന്നെ കുഞ്ഞിലെ ആണെങ്കിൽ പോലും ഇത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിലും എനിക്കിതൊക്കെ ഇഷ്ടം, അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നിട്ടില്ല ഇത് ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി സെയ്ദ് ഉണ്ടാക്കുന്ന കോണ്ടന്റ്സിന് അദ്ദേഹത്തിൻ്റെ സ്കിൻ തന്നെ ഇറ്റ് സെൽഫ് ക്യാൻ വൗച്ച് അല്ലേ? കാരണം ഒരു പിമ്പിളോ സ്കാറോ ഒന്നും ഇല്ലാത്ത ഒരു സ്കിന്നാണെന്ന് തന്നെ നോക്കട്ടെ.
ഇത് ഇമാതിരി പൊടിക്കൈയൊക്കെ ചെയ്തിട്ട് വരുന്ന സംഭവം തന്നെയാണോ? എല്ലാം ഞാൻ കാണിക്കുന്ന തന്നെ, വീഡിയോയിൽ കാണിക്കുന്ന തന്നെ യൂസ് ചെയ്യുന്നതും അല്ല. അങ്ങനെയാണ്. ഓക്കെ. അപ്പം തുടക്കം തന്നെ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആമ്പിള്ളേർ ശ്രദ്ധിക്കുന്നത് സെയ്ദിൻ്റെ ഒരു നോർമൽ സ്കിൻ കെയർ റൂട്ടീൻ അറിയാനായിട്ടാണ്. ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ക്ലെൻസർ യൂസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു രാവിലെ വൈറ്റമിൻ സി യൂസ് ചെയ്യും, മോയ്സ്ചറൈസറും സൺസ്ക്രീനും, അതാണ് രാവിലെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് മുഖം കഴുകാറുണ്ട്, പക്ഷെ അങ്ങനെ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഒരു ഉച്ചയാകുമ്പോൾ മുഖം ഒന്നുകൂടെ ക്ലീൻ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കഴുകും. പിന്നെ രാത്രി ഞാൻ നയാസിനമൈഡ് യൂസ് ചെയ്യും. ചില സമയത്ത് രാവിലെ സാലിസിലിക് ആസിഡ്, പിമ്പിൾസ് വരാതിരിക്കും. എന്റെ നല്ല പിമ്പിൾസ് വരുന്ന സ്കിന്നാ. ആണോ? അതാണോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നത്? പഴുത്ത് ബൾബ് പോലെ. അപ്പം വന്നു കഴിഞ്ഞാൽ നല്ല പാടും വരും, നല്ല സമയം എടുക്കും മാറാൻ. ഈ സാലിസിലിക് ആസിഡ് ഉപയോഗിച്ചാൽ പെണ്ണുങ്ങൾക്കും ഇതിനൊന്നും അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒരു ജെൻഡറിന് വേണ്ടി. ഞാൻ ഉദ്ദേശിച്ചത് ഹോർമോൺസ് ഡിഫറൻസ് കുഴപ്പമില്ല, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്യും. പിന്നെ രാത്രി നയാസിനമൈഡും മോയ്സ്ചറൈസറും രണ്ടും യൂസ് ചെയ്യും, ക്ലെൻസ് ചെയ്തിട്ട്. അത്രേ ഉള്ളൂ. നൈറ്റ് ക്രീം പരിപാടികൾ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ കേട്ടല്ലോ, ഇതാണ് സെയ്ദിന്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ. അപ്പം ആൺകുട്ടികൾക്ക് ഇഫ് യു ആർ സംവൺ ഹു ഇസ് ലുക്കിംഗ് ഫോർ എ ഗുഡ് സ്കിൻ കെയർ റൂട്ടീൻ, ദിസ് ഇസ് യുവർ ചാൻസ്. അപ്പം സെയ്ദ് ഇൻസ്റ്റഗ്രാമിൽ കയറിയതിന് വളരെ ചുരുക്കം നാൾ, ഐ തിങ്ക് ഓൾമോസ്റ്റ് എ മന്ത്, അതുകൊണ്ടാണ് 10K അടിച്ചത്. ഞാൻ സ്റ്റോറി ഹൈലൈറ്റ്സിൽ കണ്ടിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തു, ഏപ്രിൽ 19 സ്റ്റാർട്ട് ചെയ്തു, മെയ് 1 ആയപ്പോഴത്തേക്കും 1 മില്യൺ വ്യൂസ് ആദ്യത്തെ വീഡിയോ കയറി. ഫസ്റ്റ് വീഡിയോ അല്ലേ? അത് ഒരു ഒറ്റ ദിവസം ഉണ്ടായിരുന്നു, ഒറ്റ രാത്രി ഉണ്ടായിരുന്നത്. അത് ഞാൻ തന്നെ ഞെട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് 8 ദിവസം 10 ദിവസം ഗ്യാപ്പിലാണ് 10K. അതെ അതെ, ഒരു മാസം കൊണ്ട് അക്കൗണ്ട് 10K അടിച്ചു. ഇപ്പം മോർ ദാൻ 1 lakh സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ ഫോളോവേഴ്സും ഉള്ള ഒരു ക്രിയേറ്റർ ആണ്. അപ്പം ഈ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നുണ്ടാവുന്ന പബ്ലിസിറ്റി ക്യാൻ ബി ഓഫ് 2 types. ചിലപ്പം പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാകും, നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാകും. അപ്പം ഈ പെട്ടെന്നുണ്ടായ ഒരു ഗ്രോത്ത് എന്ത് കൈൻഡ് ഓഫ് പബ്ലിസിറ്റി ആണെന്നാണ് സെയ്ദിന് തോന്നുന്നത്? എനിക്ക് രണ്ടും ഉണ്ട്, നെഗറ്റീവ്സ് പോലെ തന്നെ മിക്സ്ഡ് ആയിട്ടാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കുറഞ്ഞു, നെഗറ്റീവ് കുറച്ച് കുറഞ്ഞു എന്ന് തോന്നിയത്, ഞാൻ റീസെന്റ് ഒരു ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 0 നെഗറ്റീവ് ആയിരുന്നു. അറൌണ്ട് 10,000-11,000 കമന്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് നെഗറ്റീവ്സ് ഒന്നും ഇല്ല. അത് ഞാൻ കണ്ടു തന്നെ ഞെട്ടി, എന്താ പറ്റി ഇവർക്കൊക്കെ ഞാൻ ആലോചിച്ചു. എന്നാലും അങ്ങനെ വരേണ്ടതല്ലോ എന്ന് വിചാരിച്ചല്ലേ? ശരിയാട്ടെ. ആക്ച്വലി സെയ്ദിന്റെ ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ഞാനും ഇതിനു മുമ്പ് സെയ്ദ് അറിയപ്പെട്ട് വരുന്ന കാലത്ത് ഞാനും കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു സ്വാച്ച് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന്റെ കോമന്റ് സെക്ഷൻ ഞാൻ എടുത്തു നോക്കിയപ്പോഴത്തേക്കും ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, റാദർ ചീത്ത വിളിക്കുന്നവരും ഉണ്ട്. ഒരു ചേച്ചി അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, പെൺകുട്ടികൾ ആരും ഇല്ലേ വീട്ടിൽ ഇത് ഇടിക്കാനായിട്ട്, ആൻഡ് എന്തിനാ നിങ്ങൾ ഇടുന്നത്, ആ യു ഗേ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. മേക്കപ്പ് ഇടുന്നവര് ഗേ ആണെന്നാണ്. അതാണ്, ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഒരു വിചാരം നമ്മുടെ ആളുകളുടെ ഇടയിൽ ആ കമന്റ് ബോക്സുകളും വേറെ കുറെ ക്രിയേറ്റേഴ്സിന്റെ സംഭവങ്ങൾ, അതായത് റിയാസിനെ പോലുള്ള ക്രിയേറ്റേഴ്സിന്റെ സംഭവങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിന്ത ഉള്ളതായിട്ടും സെയ്ദിനെ അതിനകത്തേക്ക് കാറ്റഗറൈസ് ചെയ്യുന്നതായിട്ടും തോന്നിയിട്ടുണ്ടോ? നല്ലപോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് മേക്കപ്പ് വീഡിയോസ്, ആദ്യം സ്കിൻ കെയർ വീഡിയോസ് ആയിരുന്നു എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് വന്നോണ്ടിരുന്നത്. സ്കിൻ കെയർ ഇടുന്നവര്, സ്കിൻ കെയർ ചെയ്യുന്നവരാണ് ഗേ എന്നായിരുന്നു എനിക്ക് ആദ്യം വന്നോണ്ടിരുന്ന കമന്റ്സ്. മെൻ ഗോ ജിം എന്നൊക്കെ പറഞ്ഞിട്ട് ജിമ്മിന് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഒരു കമന്റ് ഞാൻ വായിച്ചതാണ്, ഗോ ആൻഡ് ടേക്ക് 10 push-ups ബ്രോ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സ്കിൻ കെയർ. അങ്ങനെ കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവരോടൊന്നും, അങ്ങനെയുള്ളവരോടൊന്നും റെസ്പോൺസ് ചെയ്യാൻ തോന്നിട്ട്, ഒരു സെൽഫ് ലവ് വേണമല്ലോ, നമ്മുടെ സ്കിൻ നമ്മൾ നോക്കണം, നമ്മുടെ ഹെൽത്ത്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരാണ് ഈ കമന്റ് അതിനെ നെഗറ്റീവായിട്ടും ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് പിന്നെ അങ്ങനെയുള്ളവരോട് സംസാരിച്ച് പിടിച്ച് ജയിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങ് നിർത്തും, റിപ്ലൈ കൊടുക്കാറില്ല. ഇല്ല, ആക്ച്വലി ആദ്യം ഈ ഒരു സംഭവം കിട്ടപ്പോൾ ഒന്ന് നെറ്റി ചുളിച്ചിട്ടായിരുന്നു ആൾക്കാർ നോക്കിയതെങ്കിലും ഇപ്പൊ കുറേ അധികം ആൾക്കാർ ഒരു മെന്റാലിറ്റി മാറി ആൺകുട്ടികൾ സ്കിൻ കെയറിലേക്ക് ഇറങ്ങിയതായിട്ടുള്ള ഒരു ചേഞ്ച് തുടങ്ങിയ സമയത്ത്. ഞാൻ ഇപ്പൊ എന്നെ ഇതായിട്ട് പറയല്ല, ഞാൻ എന്റെ ഫീൽഡിൽ വരുന്ന കാര്യം പറയാം. ഇപ്പൊ ഒരുപാട് പേര് ഇതെടുത്ത് വരുന്നുണ്ട് ചെയ്യാൻ വേണ്ടി, ഒരു പിൻവലിയാതെ അല്ലെങ്കിൽ ചെയ്യുന്നതിന് പ്രശ്നം എന്താണെന്ന് ചിന്തിക്കാതെ കുറേ പേര് സ്കിൻ കെയർ വീഡിയോസ് മലയാളത്തിൽ ഞാൻ ഇപ്പോൾ ഒരുപാട് പേരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താ നല്ലൊരു മാറ്റം.
ആയിട്ട് തോന്നുന്നുണ്ട്. നൈസ്. എൻ്റെ ഇതല്ല, ഞാൻ അല്ല പൊതുവെ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാ. അപ്പൊ അതൊരു നല്ലൊരു മാറ്റമാണല്ലോ, എല്ലാവർക്കും ചെയ്യാം, ഇതൊക്കെ ചെയ്യാം എന്നുള്ളത്. ഓൾറെഡി ഇപ്പം ഇതിനെ വേണമെങ്കിൽ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിട്ട് വേണമെങ്കിലും സായിദിനെ കരുതാവുന്നതാണ്. സായിദ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ, അതേപോലെ തന്നെ ലിപ്സ്റ്റിക് സ്വാച്ചസ്, കോസ്റ്റ്യൂമിന്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ഇട്ട് പുറത്ത് പോയിട്ടുണ്ടോ? ലിപ്സ്റ്റിക് ഇട്ട് പുറത്ത് പോയിട്ടുണ്ടോ? അപ്പോൾ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യും. എനിക്ക് ഒരുപാട് ലിപ് ലൈനർ എന്ന് വെച്ചാൽ ചെറിയൊരു ടിൻഡ് കൊടുക്കാൻ, അതിന്റെ ഒരു ഒറ്റ ഇത് കൊടുത്തിട്ട് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യും. കാരണം ചില സമയത്ത് ഇതാവുക പിഗ്മെന്റഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറില്ല, ലിപ് ബാംസ് യൂസ് ചെയ്യാറുണ്ട്. ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്, ടിൻഡഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ BB ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ചില ആൾക്കാര് കീപ് ലാഷസ്, കണ്ണെഴുതി, ഐ ഷാഡോ ഇട്ട്, ലിപ്സ്റ്റിക് ഇട്ട്, ഏത് നമ്മൾ സ്വാച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ സൈഡ് ഇടുന്ന പോലെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടേ, അപ്പൊ ആൺകുട്ടികൾ അങ്ങനെ മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങുന്നതിനെ പറ്റിയിട്ട് എന്താണ് സെയ്ദിന്റെ ഒരു അഭിപ്രായം? അവിടെ ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി സാധനം വന്ന് അതും ജനറലൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതും നമ്മൾ കോമൺ ആയിട്ട് കാണേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഒരാളുടെ ഇഷ്ടമല്ല അവരെങ്ങനെ നടക്കണം, അവരെന്ത് ധരിക്കണം, അല്ലെങ്കിൽ എന്ത് ഇതാക്കണം എന്നുള്ളത്. അപ്പം അതിന് എനിക്ക് അഭിപ്രായം പറയാനില്ല, അത് അവരുടെ ഇഷ്ടമാണ്. നമ്മൾ അവിടെ കയറി നിങ്ങളത് ചെയ്യാൻ പാടില്ല, അത് ഇവിടെ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ നമുക്ക് അതിന് ഇതില്ല. കാരണം അവരുടെ കാശ്, അവരുടെ ലൈഫ് അവർ ചെയ്യുന്നു. അപ്പം പറയാൻ എനിക്കില്ല, അതിനൊരു അഭിപ്രായമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. എക്സാക്ട്ലി. എന്താണ് സെയ്ദിന്റെ പേഴ്സണൽ അഭിപ്രായം? അങ്ങനെ ഒരുങ്ങി നടക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണോ? എനിക്ക് ഒരുങ്ങുന്നത് ഇഷ്ടം, പക്ഷെ എല്ലാം ഒരു ന്യൂട്രൽ സട്ടിലായിട്ട്, എനിക്ക് എന്നെ എപ്പോഴും സട്ടിലായിട്ട് കൊണ്ടു നടക്കാനാണ് ഇഷ്ടം. മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എന്താണ്, എനിക്ക് എന്നെ സട്ടിലായിട്ട് കൊണ്ടു നടക്കാനാണ് ഇഷ്ടം. ഓക്കെ. ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മേക്കപ്പ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സ്കിൻ കെയർ എന്ന് പറയുന്നതും ക്ലോസ്ലി സ്ത്രീകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴാണ് അത് ജെൻഡർ ഭേദമന്യേ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം അതിനെ വേണമെങ്കിൽ ഒരു ഇക്വാലിറ്റി സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഗൈസ് ആർ ഓൾസോ ഇൻ ടു സ്കിൻ കെയർ എന്നുള്ള സംഭവം. അപ്പം യു ആർ ഫോളോയിങ് ഇറ്റ്. അപ്പം നമുക്ക് സായിദ് ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആർ യു ലൈക്ക് ദാറ്റ്? ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി സായിദ് കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടികളെ പോലെ അത്രയും ഫ്രീഡം എടുത്ത് നടക്കണം. സേ ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് ഓക്കെ, ഞാൻ ഒരു നോർമൽ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം മേക്കപ്പ് ഇട്ട് കേരളത്തിൽ നടക്കുന്നത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഈ കുശുകുശു വരുന്നത്. ഓക്കെ. അപ്പം സായിദ് ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി സ്വിംസ്യൂട്ട് ഇട്ട് ചേട്ടാ എനിക്ക് ബീച്ചിൽ പോകണം എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? എന്താ ഓക്കെ, അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ എന്നെ ആരും റെസ്ട്രിക്ട് ചെയ്യാൻ വരുന്നില്ല, വന്നാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ അങ്ങനെ ഒരാളല്ല. ഒരാളും അല്ല. ഓക്കെ. അപ്പം ഭാവിയിലുള്ള വരുന്ന പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുമോ? ഇല്ല, എനിക്ക് സങ്കല്പങ്ങളൊന്നുമില്ല. കുറച്ച് മെച്ചോർഡായിട്ട് ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചിന്ത അതിനെ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ചിന്തിക്കുന്ന രീതി മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എല്ലാം ഒന്ന് അംഗീകരിക്കുന്ന ഒരാൾ, ഷീ ഷുഡ് അക്സെപ്റ്റ് യു ദ വേ യു ആർ എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. പ്രത്യേകിച്ച് കൺസെപ്റ്റ് ഒന്നുമില്ല. നൈസ്. ആക്ച്വലി ഇങ്ങനത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ വരുമ്പോഴത്തേക്കും ആൺകുട്ടികൾ മേക്കപ്പ് ഇടുന്നത് നമുക്കൊക്കെ ഓക്കെയാണ്. എൻ്റെ ബ്രദർ സ്കിൻ കെയർ ചെയ്യാറുണ്ട്, അപ്പം വി ആർ ഫൈൻ വിത്ത് ഇറ്റ്. പക്ഷെ ഒരു ആൺകുട്ടി മേക്കപ്പ് ചെയ്യുന്നു, സ്കിൻ കെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ജനറേഷനെ ചിലപ്പോൾ അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ഒരു മകന് ഏറ്റവും ആദ്യം കൂടുതൽ ഏറ്റവും ചിയർ ലീഡറായിട്ട് നമ്പർ 1 നിൽക്കുന്നത് നമ്മുടെ അമ്മമാരായിരിക്കും അല്ലേ? സൈദിന് എങ്ങനെയാണ്? അങ്ങനെയാണോ? എൻ്റെ ഉമ്മയാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പോലും എന്നെ ഇളക്കി വിടുന്ന മുമ്പായി പോയി വീഡിയോ ചെയ്യും, നാളെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, ഇന്നത്തെ ദിവസം വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, എത്ര വയസ്സ് വീഡിയോ ഇട്ടിട്ടെന്ന് ചോദിച്ചിട്ട് ഉമ്മ തന്നെ ഏറ്റവും ഫസ്റ്റ് സപ്പോർട്ട് ഉമ്മയാണ്. ഓക്കെ. അപ്പം ഉമ്മമാരെ നമുക്ക് ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. ചിലപ്പം വീടുകളിൽ ആൺകുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി നടക്കുമ്പോഴത്തേക്ക് അതിനോട് തുടക്കത്തിലായാൽ പോലും ചിലപ്പോൾ ഒരു എതിരഭിപ്രായം കൊടുക്കുന്നത് അച്ഛന്മാരായിരിക്കും. ഇല്ല, ആണോ? വാപ്പ ഇല്ല, വാപ്പ മരിച്ചിട്ട് 5-6 വർഷം ആവുന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും ഒന്നിനും രണ്ടുപേരും ഒന്നിനും ഇതുവരെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല ഒരു കാര്യം. ഭയങ്കര എല്ലാത്തിനാണെങ്കിലും. അയ്യോ, ഐ എം സോ സോറി ടു ആസ്ക്. ഈ തുടക്കത്തിലേ എങ്ങനെയായിരുന്നു? ഉമ്മ ഫുൾ സപ്പോർട്ട് ആയിരുന്നോ അതോ റീച്ച് ആയി വന്നപ്പോഴാണോ ഉമ്മ സപ്പോർട്ട് ആയത്? ഉമ്മക്ക് അറിയില്ലല്ലോ ഞാൻ എന്താ ചെയ്യുന്നത്. തുടക്കത്തിലാണെങ്കിലും ഉമ്മ ഒന്നും പറയില്ല, എന്താ ചെയ്യുന്നത് വീഡിയോ കാണും. ഞാൻ അറിയാതെ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് ഞാൻ ഇട്ട് കൊടുക്കൂല. എനിക്ക് എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ക്രിഞ്ച് അടിക്കും. ഉമ്മക്ക് ഇൻസ്റ്റ ഉണ്ടോ? ഉമ്മക്ക് ഇൻസ്റ്റ ഇല്ല. എന്റെ ഫോണിൽ തന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ട് കൊടുക്കണം. വീട്ടിൽ വൈഫൈ ഉണ്ട്, അപ്പം യൂട്യൂബ് ഉള്ളതുകൊണ്ട്
ഞാൻ ഒരു വട്ടം എൻ്റെ വീഡിയോ ഞാൻ ടി വിയിൽ കാണാൻ വേണ്ടി ടി വിയിൽ ഇട്ട് നോക്കി. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഫീഡിൽ കിടക്കുമല്ലോ, അപ്പൊ തന്നെ ടി വിയിൽ ഇട്ടിരുന്ന് കാണും. ഞാൻ കഥ അടച്ചിട്ട് പോയിരിക്കും. അങ്ങനെ ഉമ്മക്ക് കണ്ടപ്പോ വലിയ ഇഷ്ടമാണെന്നല്ലേ? ഉമ്മ തുടക്കം തൊട്ടേ കാണും. ഇപ്പോൾ നമ്മുടെ ഫാമിലി ഉമ്മ ഒക്കെ ഇത്രയും സപ്പോർട്ടീവ് ആണെങ്കിൽ കൂടെ നമ്മുടെ കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ട വേറൊരു വിഭാഗം കൂടെ ഉണ്ട്. നമ്മുടെ റിലേറ്റീവ്സ്, ബന്ധുക്കൾ, നാട്ടുകാർ, ഇവരുടെയൊക്കെ ഒരു ഡെഫിനറ്റ്ലി ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരിക്കും വരുന്നത്. എന്തൊക്കെയാ അവർ പറയുന്നത്? എന്താണ്? ആരും എന്നോട്, എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് ആരുടെ അടുത്തൊന്നും നേരിട്ട് അല്ലെങ്കിൽ മെസ്സേജായിട്ട് കേൾക്കേണ്ട വന്നിട്ടില്ല. അതാണ് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ആരും പറയുന്നുണ്ടാവോ എനിക്കറിയില്ല. ഇന്നേ വരെ നേരിട്ട് വന്നൊന്നും നേരിട്ട് ഒരു മനുഷ്യനും ആരോടും എൻ്റെ അടുത്ത് ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇതിനെ കുറിച്ചിട്ട് ചെയ്യാൻ പാടില്ല, എന്തിനാ ചെയ്യുന്നതെന്നൊന്നും. In that case you are very blessed, I would say. Actually സാധാരണ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മേക്കപ്പ് ഇടുന്ന ആൺകുട്ടികളെ ഗേ ആയിട്ടും LGBTQIA+ലേക്കും ഒക്കെ കാറ്റഗറൈസ് ചെയ്യുന്ന അതിനകത്തേക്കൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ പൊതുവെ കാണുന്നത്. അതിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, ഈ സിറ്റിംഗ് ദയർ, 2 കാത് കുത്തിയിട്ടുണ്ടാവൻ, അവൻ പുറത്തേക്ക് പോകുമ്പോഴോ പീപ്പിൾ റേസ് ഐബ്രോസ് അഗൻസ്റ്റ് എന്നുള്ള രീതിയിൽ 2 കാത് കുത്തിയിരിക്കണേ എന്നുള്ളൊരു രീതിയിൽ. അപ്പം പൊതുവെയുള്ള പിയർ പ്രഷർ കൊണ്ടായാലും സൈബർ ബുള്ളിങ് കൊണ്ടായാലും ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ടാവും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ടീൻ ഗൈസ് സൂയിസൈഡ് ചെയ്യുന്നതിനെ പറ്റി. ഒരു മോൻ്റെ പേര് വാസ് പ്രാൻഷു ആൻഡ് ഹി വാസ് നോട്ട് ഈവൻ 18 years old. ആൻഡ് അവൻ്റെ ജസ്റ്റിസിന് വേണ്ടി അമ്മമാരും കോളേജിലുള്ളവരും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ഓരോ ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ട് പോകുന്ന കാണുമ്പോൾ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണത് കാണാൻ. ഇതിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു എൻ്റെ കയ്യിലുള്ള ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും പ്രതീക്ഷിക്കുന്നു ഒരു നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ ആരും, ഒരു കുട്ടിയെ മരിച്ചിരിക്കുകയാണ്, അപ്പം ഞാൻ കമൻസ് ആണല്ലോ, കമൻറ്റ് ഇട്ടവരാണല്ലോ ആ കുട്ടീനെ കൊന്നിരിക്കുന്നത്, ആ രീതിയിലായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മലയാളികളുടെ ഭാഗത്തുനിന്ന് ഇതിന് നല്ല റെസ്പോൺസ് ആയിരിക്കും. തിരുത്തി എഴുതിയിട്ടാണ് എനിക്ക് ആ രീതി ഞാൻ വെറുത്തു പോകുന്ന രീതിയിലാണ് കമന്റ്സ് വന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ മരണവാർത്ത കേട്ടിട്ട് അത് കാര്യമായി പോയി, അവൻ ചാവേണ്ടവനാണ്, ഭൂമിയിൽ ജീവിക്കാൻ പാടില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും കൂടി പോയി ചത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ചിന്താന്ന് എനിക്ക് ഇതുവരെയും അതങ്ങോട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രത്തോളം ചിന്തിക്കുന്നവരുണ്ട് എന്നുള്ളത്. കൊച്ചുകുട്ടിയാണ് മരിച്ചത്, അതുപോലും കൺസിഡർ ചെയ്യാതെ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിലുള്ള കുറച്ച് ഇതായിട്ടുള്ള കമന്റാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ കമന്റ് വരും എന്നുള്ള രീതിയിൽ. ഒട്ടും ഞാൻ ഇടുമ്പോൾ പോലും, ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ അത് വിചാരിച്ചിട്ടില്ല. ഈ പ്രാൻഷുവിൻ്റെ കേസ് മാത്രമല്ല, ഇതേപോലെ വേറെയും കേസസ് ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യയിലുണ്ട്. ആൻഡ് ലക്കിലി നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പം സെയ്ദിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടം പോലെ കമൻറ്റ് വരാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പം തുടക്കത്തിൽ വിഷമം ഉണ്ടായിരുന്നോ? പിന്നീട് എങ്ങനെ അത് ഓവർകം ചെയ്തേ? തുടക്കത്തിൽ എനിക്ക് വിഷമം, ആദ്യത്തെ വീഡിയോ ഞാൻ എങ്ങനെ വൈറലാവുന്ന സമയത്ത് എനിക്കറിയത്തില്ല ഇതൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്കാവുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ്സ് വരുമോ പോസിറ്റീവ്സ് ആണോ വരുന്നത്. കമൻസിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഏത് രീതിയിലുള്ള കമൻസ് ആണ് ഞാൻ വരാൻ പോകുന്നതെന്ന്. കമൻസ് വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും കുറേ കമൻസിലാണെങ്കിലും ഭയങ്കര ഹൈക്ക് പെട്ടെന്നായിരുന്നു. അപ്പം പിന്നീടാണ് ഞാൻ ഇരുന്ന് വായിക്കുന്നത്. വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഫുള്ള് ഡൗൺ ആയിപ്പോയി. പിന്നെ അന്ന് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അത് ശരിയായി. ഞാൻ തന്നെ എന്നെ ബൂസ്റ്റ് ചെയ്തു. എൻ്റെ ആവശ്യമില്ല മറ്റേ നെഗറ്റീവ്സ് പറയുന്നവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അത് എനിക്ക് തമാശയായിട്ടോ തോന്നുന്നു. ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ കമൻസ് എടുത്ത് വായിക്കുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒട്ടും എന്നെ അത് ഡൗൺ ആക്കുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും വായിച്ചിട്ട്. ഇങ്ങനെയാണല്ലോ ആളുകളുടെ ചിന്താ രീതി എന്ന് ഓർത്തിട്ട് എനിക്ക് ചിരിയാ വരുന്നത്. ചിലതൊക്കെ ഞാൻ പൊട്ടിച്ച് ചിരിക്കിട്ട് ഞാൻ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാറുണ്ട്, സ്ക്രീൻഷോട്ട് ചെയ്യാറ്, ചിലതിന് റിയാക്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു വീഡിയോ എന്തിനാ ലിപ്സ്റ്റിക് ഇടുന്നുള്ള വീഡിയോന്റെ കമന്റ് എടുത്തിട്ട് ലിപ്സ്റ്റിക് വാച്ചിന്റെ വീഡിയോ അതിന് റിയാക്ട് ചെയ്തിട്ട് തഗ്ഗൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ചെറിയൊരു റാപ്പിഡ് സെഷനിലേക്ക് ഞാൻ കൊണ്ടുപോകാണ് സെയ്ദിനെ. പെട്ടെന്നുള്ള ആൻസർ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, മേക്കപ്പ് ഓർ സ്കിൻ കെയർ? സ്കിൻ കെയർ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ്? ആൻഡ് വൈ? ഇൻസ്റ്റാഗ്രാം. വൈ? എനിക്ക് കുറച്ചും കൂടി എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതും മെസ്സേജ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതും ഇൻസ്റ്റാഗ്രാമാണ്. ഫേസ്ബുക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതിന് വേണ്ടി. യൂട്യൂബിൽ അത് പറ്റില്ല. യൂട്യൂബിൽ കമൻറ്റിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ, അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, നീണ്ടു പോകാതിരിക്കും. ഇത് ഇൻസ്റ്റാഗ്രാം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും വന്ന് പ്രൈവറ്റായിട്ട് മെസ്സേജ് ചെയ്യാം. പ്രൈവറ്റായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അതായത് പബ്ലിക്കിൽ മെസ്സേജ് ചെയ്യാൻ മടിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്, വരുന്നവരുണ്ട്. അത് അവർ വന്നിട്ട് ഡൗട്ട് ചോദിക്കും. അപ്പം ഇൻസ്റ്റാഗ്രാം ആണ് കുറച്ചും കൂടെ എനിക്ക് എല്ലാം കൊണ്ടും. റിപ്ലൈ കൊടുക്കുമോ സംശയം ചോദിച്ചാൽ? ഞാൻ ആര് സംശയം വന്ന് ചോദിച്ചു വന്നാലും എനിക്ക്
പെട്ടെന്ന് കിട്ടുന്നത് കുറേ സമയമുള്ളതുപോലെ ആദ്യം വന്ന് കിടക്കുന്നതും കുറച്ചൊക്കെ ഞാൻ അങ്ങ് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കും, നല്ല റിപ്ലൈ കൊടുക്കാറുണ്ട്. ഐ മീൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഡൗട്ട് എന്താണ്? പിമ്പിൾസ് മാറാൻ എന്ത് ചെയ്യും, റൊട്ടീൻ, അതൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ. ഏറ്റവും വിയർഡസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കമന്റ് അണ്ടർ യുവർ കോണ്ടന്റ്? എനിക്ക് ഇത് തന്നെ വിയർഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മടുപ്പ് തോന്നിയ ഒരു സംഭവം ഈ പറഞ്ഞ പ്രാൻഷുവിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ്സ് ആയിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം കോട്ട് ചെയ്ത് പറയാൻ മെമ്മറിയിൽ അത്രയും ഇതായിട്ട് ഇല്ല? ഞാൻ അങ്ങനെ ഒന്നും മൈൻഡിൽ വെച്ചേക്കാറില്ല. ദാറ്റ്സ് എ നൈസ് തിങ് ആക്ച്വലി. നമ്മൾ നെഗറ്റിവിറ്റി ലെറ്റ് ഗോ ഓഫ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി സെയ്ദിന്റെ മേക്കപ്പ് പൗച്ചിൽ എപ്പോഴും കണ്ടുവരുന്ന 4 ഐറ്റംസ്. മേക്കപ്പ് പൗച്ചിൽ ലിപ് ലൈനർ ഉണ്ടാവും, ലിപ് ബാം ഉണ്ടാവും, ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഉണ്ടാവും, അത്രേ ഉള്ളൂ. സൺസ്ക്രീൻ ഇല്ലേ? അത് മേക്കപ്പ് പൗച്ച് അല്ലല്ലോ. ഓ, എന്നാ ഇനി സ്കിൻ കെയർ പൗച്ചിലേക്ക് പോവാം നമുക്ക്. എൻ്റെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, പിന്നെ വൈറ്റമിൻ സി, നയസിനമൈഡ്. ഈ സിറമാണല്ലേ ഭയങ്കര റിലീജിയസ്ലി യൂസ് ചെയ്യുന്ന 2 എണ്ണം. ഓൾറൈറ്റ്. അടുത്തത്, ഒരു സെലിബ്രിറ്റിയെ മേക്കപ്പ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണ്, ആരായിരിക്കും അത്? ഇല്ല, എനിക്ക് മേക്കപ്പ് അങ്ങനെ അറിയില്ല. ഞാൻ എൻ്റെ ഇത് തന്നെ വെച്ചിട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ആ ഇതിലേക്ക് കടക്കാൻ ഞാൻ ആയിട്ടില്ല. ശരി, അങ്ങനെയെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ ഏറ്റവും സുന്ദരനും സുന്ദരിയുമായി തോന്നിയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആരാണ്? അയ്യോ, അത് ആലോചിക്കണം, സമയം എടുത്തോ. ഞാൻ ആരുടെ ആയിരുന്നു? അങ്ങനെ പറയാൻ എനിക്ക് അറിയത്തില്ല, അങ്ങനെ ചോദിക്കരുത്. അല്ല, അങ്ങനെ പറ്റത്തില്ല. മേക്കപ്പ് ഇടുന്നതും പറഞ്ഞില്ല, ബെസ്റ്റ് സ്കിന്നും പറഞ്ഞില്ല. അങ്ങനെ തോന്നി മേക്കപ്പ് ഇടാതെ ഇവരെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഐശ്വര്യലക്ഷ്മി. ആ ശരി കേട്ടോ, മേക്കപ്പ് ഇല്ലാണ്ട് സൂപ്പറാ കാണാൻ. പിന്നെ അടുത്തത്, അയ്യോ, ഒരു മെയിൽ ആക്ടറിനെ പറയൂ. മമ്മൂക്ക. പൊളി ആൻസർ. പിന്നെ അല്ല, അയ്യോ, നമ്മളിങ്ങനെ കണ്ടിരുന്ന് പോകും എപ്പോഴും. ഓക്കെ, അടിപൊളി. ഇനി അടുത്തത്, സെയ്ദിനുള്ള ഒരു ദുശീലം എന്താണ്? എനിക്ക് ദുശീലോ? ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇതാവുന്ന ആളാണ്. ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല കൂടുതലും. പബ്ലിക്കിൽ ഇറങ്ങി അതിന് ഞാൻ എഫേർട്ട് ഇടാറില്ല. പക്ഷെ ഇടണം. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണ്. ഇൻട്രോവേർട്ട് ആണോ? അങ്ങനെ എനിക്കൊരു ആംബിവേർട്ട് ആയിട്ട് തോന്നുന്നു. എനിവേ, തീരെ ഇല്ലാത്ത ഒരു ദുശീലം. തീരെ ഇല്ലാത്തൊരു ദുശീലം? ചോദ്യം മനസ്സിലായില്ല. അതായത് ഈ ഒരു കാര്യം ഒട്ടും ചെയ്യാറില്ല. ഇപ്പം ഇൻട്രോവേർട്ട് ആയിരിക്കുന്നത് എപ്പോഴും ഒരു ദുശീലമായിട്ട് പറഞ്ഞു, എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. തീരെ ഇല്ലാത്തൊരു ദുശീലം, മേ ബി സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനെ ഇല്ല. അതൊക്കെ സ്കിന്നിന് ഭയങ്കര എഫക്റ്റും ചെയ്യും അല്ലേ? അതൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യും. പക്ഷെ എനിക്കതൊന്നും ഇല്ല, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഓക്കെ. എന്തെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് നിർത്തിയതോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, പണ്ട് തൊട്ടേ ഇല്ല. തോന്നിയിട്ടില്ല. അപ്പം എന്താണ്, എല്ലാവർക്കും ഒരു പോയിന്റ് ഉണ്ടാകുമല്ലോ, നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നുമ്പോൾ ചെയ്യാനുള്ളൊരു സംഭവം എന്നുള്ള രീതിയിലൊക്കെ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ചെയ്യാൻ. നിങ്ങൾ ഭയങ്കര ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് അല്ലേ? ഭയങ്കര ഒരു പ്രൈവറ്റ് ക്ലോസ്ഡ് പേഴ്സൺ എന്നുള്ള. ഓ, എങ്ങനെ ഒരു ഉമ്മ മോനാണോ? ആണ്. എന്താ വീട്ടിൽ വിളിക്കുന്നത്? അൻവറിനാണ്, എല്ലാരും അൻവറിനാണ് വിളിക്കുന്നത്. പിന്നെ ഇത് സെയ്ദ് അൻവറിന് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും സെയ്ദ് അൻവർ എന്നാണ് എൻ്റെ പേര്. ചേട്ടൻ്റെ പേര് സെയ്ദ് അലി എന്നാണ്. അപ്പോൾ എന്നെ അൻവറെന്നും അവനെ സെയ്ദ് അലി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നാട്ടുകാരെല്ലാരും നിങ്ങൾ വിളിക്കുന്നത്. പാവം ചേട്ടൻ ഇനിയിപ്പോ പേര് മാറ്റേണ്ടി വരും. അവൻ പറയും, അവൻ എന്റെ പേര് പറയത്തില്ലല്ലോ, ഇപ്പൊ എന്റെ പേര് വെച്ചാൽ അറിയപ്പെടുന്നു പറയും. ഓ, അങ്ങനെ പേരെന്റെ ആണ്, ഫിഗറേ നിന്റെ ഉള്ളൂന്നല്ലേ? ഓക്കെ. എന്തായാലും റാപ്പിഡ് ഫയർ കഴിഞ്ഞു. ഈ റാപ്പിഡ് ഫയറിന്റെ തുടക്കം ചോദിച്ച ചോദ്യം മേക്കപ്പ് ഓർ സ്കിൻ കെയർ എന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി ചെയ്ത് ഉത്തരം പറഞ്ഞതായിരുന്നു മേക്കപ്പ് അല്ല സ്കിൻ കെയർ എന്ന്. ശരിക്കും മേക്കപ്പിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ കെയർ. നമ്മളൊരു വശത്തൂടെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് സ്കിന്നിനെ ഇങ്ങനെ നറിഷ് ചെയ്യുമ്പോൾ മറുവശത്ത് നമ്മൾ മേക്കപ്പ് ഇട്ട് കുറേ കെമിക്കൽസ് ആഡ് ഓൺ ചെയ്ത് അതിനെ നശിപ്പിക്കുകയാണ്. അപ്പം എന്താണ് ഇതിനകത്ത് സെയ്ദിൻ്റെ ഒരു ടേക്ക് എന്താണ്, ലൈക്ക് ദാറ്റ് ഇമ്പോർട്ടൻസ് ടു സ്കിൻ കെയർ? സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് സ്കിൻ കെയർ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പം ഭാവിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സംഭവങ്ങളെ തടയുക, കുറയ്ക്കുക. അതൊരു ഓൾറെഡി അതെല്ലാം സെറ്റായി ഒരുവിധം അതെല്ലാം സെറ്റാണെങ്കിൽ സ്കിൻ നല്ലതായിരിക്കും എപ്പോഴും. മേക്കപ്പിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ മേക്കപ്പ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ, ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഉള്ളതിന് അല്ലേ? ഓക്കെ. ഈ സ്കിൻ കെയറിന്റെ സംഭവം പറയുമ്പോഴേ ഒരിടയ്ക്ക്
കുറെ വൈറ്റനിങ് ക്രീംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് കിഡ്നി ഇഷ്യൂസ് പോലെയുള്ള പല ഹെൽത്ത് ഇഷ്യൂസും വരുത്തുന്നുണ്ട് എന്ന് സ്റ്റഡി റിപ്പോർട്ട്സും പുറത്തു വന്നിരുന്നു. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിരുന്നുണ്ടായിരുന്നില്ലേ സെയ്ദ്? എനിക്ക് ഇതിന് മുന്നേ ഇത് വരുന്നതിന് മുന്നേ കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരുപാട് പേര് സംശയം ചോദിക്കും വൈറ്റനിങ് ക്രീംസ് ഏതാണ്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്യും, വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യരുത്, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല എന്ന്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ക്രീം യൂസ് ചെയ്ത് നമുക്ക് വൈറ്റ് ആക്കാന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ടൊന്നും നോക്കിയിട്ടില്ല ആ സമയത്തൊന്നും. പക്ഷേ പിന്നീട് വന്നപ്പോഴാണ് ഞാൻ ചിലരുടെ അടുത്തൊക്കെ യൂസ് ചെയ്ത് എൻ്റെ ചില ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്നേ ഞാൻ പറഞ്ഞല്ലേ ഇത് യൂസ് ചെയ്തിരുന്നുണ്ട്, പറഞ്ഞതല്ലേ ഞാൻ ഉപയോഗിക്കരുത്. പക്ഷെ എന്നാലും സെയ്ദിന്റെ കോണ്ടന്റിൽ കുറെ എണ്ണം ടാൻ മാറ്റാനും സ്കിൻ വൈറ്റനിങ്ങിനും സംഭവങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ഉണ്ട്. എവിടെ നിന്നാണ് ഈ റെമഡീസ് കിട്ടുന്നത്? ഞാൻ കുറേത് നമുക്ക് ഇന്റർനെറ്റിൽ തന്നെ കാണാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ചിലതൊക്കെ ട്രൈ ചെയ്ത് നോക്കും, ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയണമല്ലോ. ട്രൈ ചെയ്ത് നോക്കുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും വർക്കാവാറുണ്ട്. ചിലതൊക്കെ എനിക്ക് നല്ലപോലെ പണി കിട്ടാറുണ്ട്. അങ്ങനെ പണി കിട്ടിയൊരു സംഭവം എന്തായിരുന്നു? റീസെന്റ്, അതായത് ഒരു 1.5 മാസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ട് നാരങ്ങ, എനിക്കറിയാം നാരങ്ങ കുറച്ച് പ്രശ്നമാണ്, പക്ഷെ എന്റെ സ്കിന്നിന് നാരങ്ങ പ്രശ്നമില്ല. നാരങ്ങയൊക്കെ എടുത്ത് വെച്ചു ഞാൻ ഇപ്പൊ ഒന്നും തേക്കത്തില്ല. എന്റെ അമ്മ എന്നൊക്കെ പറയാം ഇത്തിരി പച്ചമുളക് ചാണകം കൂടെ തേക്കാൻ പറഞ്ഞാൽ അവിടെ അതും തേക്കും. അതെനിക്ക് കേൾക്കാം. നാരങ്ങ അങ്ങനെ ഞാൻ വൈറ്റമിൻ സി ആണല്ലോ നാരങ്ങ, അപ്പോൾ അത് കുറച്ച് അധികം ഞാൻ തേച്ചു. എന്നിട്ട് ഞാൻ ഒരു പാക്ക് കൂടിപ്പോയാൽ ഒരാഴ്ച കണ്ടിന്യൂ യൂസ് ചെയ്തിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഇനിഷ്യൽ എടുത്ത് വെക്കും ഞാൻ, അതായിരിക്കും എന്നിട്ട് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ദിവസം ഒരു പോസ്റ്റ് ചെയ്തു. ആദ്യത്തെ ദിവസം കുറച്ച് പ്രശ്നം തോന്നി, പോട്ടെ സാരമില്ല, ചിലപ്പം ഉണ്ടാവാറുണ്ട് അങ്ങനെ. രണ്ടാമത്തെ ദിവസം കുറച്ച് അധികമായിട്ട് തോന്നി. മൂന്നാമത്തെ ദിവസം മൊത്തത്തിൽ പ്രശ്നമായി. മുഖം ചൊറിഞ്ഞ് കുരുപ്പ് വരാൻ തുടങ്ങി. കണ്ണിന്റെ താഴെയൊക്കെ ഇങ്ങനെ വയസ്സാവുന്നവരുടെ കണ്ണിന്റെ താഴെ ഉണ്ടാവുമല്ലോ റിങ്കിൾസ് വന്നിട്ട് വീർത്തിട്ട് ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി. പിന്നെ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഞാൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴല്ല അതൊക്കെ റിയാക്ട് ചെയ്യുക, ഞാൻ ഇതാക്കാൻ നോക്കുന്ന എല്ലാം റിയാക്ട് ചെയ്യുക. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു എനിക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഈ PR-ഉം സംഭവങ്ങളൊക്കെ വരുമ്പോഴേ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ചില പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നിട്ടുണ്ട്. പിന്നെ ചിലത് ലിപ്പ് ഡാർക്ക് ആക്കിയിട്ടുണ്ട്, പിഗ്മെന്റഡ് ആയിട്ടുണ്ട്. അതിപ്പോൾ ഒരുവിധം മാറി വന്നു. അതിൻ്റെ ഇത്രയും നാളെ എനിക്കുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 5-6 മാസത്തോളമായി. ആണല്ലേ? അതിന്റെ ഈ പറഞ്ഞ 2 പ്രോഡക്ട്സ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയും വീഡിയോ ചെയ്തെങ്കിൽ എന്നാൽ നമ്മുടെ വീഡിയോയിൽ അത് പറയാൻ പറ്റുമോ? ചിലപ്പോൾ എൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല. ഡോട്ട് ആൻഡ് കീയുടെ ഒരു സ്ട്രോക്ക് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പിമ്പിൾ ഞാൻ അറിയുന്നില്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നുണ്ട്, എല്ലാം നല്ല പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. പക്ഷെ പിമ്പിൾസ് നല്ല പോലെ വരുന്നുണ്ട്. ഞാൻ ഇടുന്ന സമയത്തൊക്കെയാണ് പിന്നെ ഞാൻ അത് നോട്ടീസ് ചെയ്തത്. പിന്നെ ഞാൻ അത് റീല് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കാന്നുള്ള രീതിയിൽ. പിന്നെ ലിപ് പിഗ്മെന്റഡ് ആയത് വൂഡു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ലിപ് ബാം വന്നിട്ട് അത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല പ്ലംബൊക്കെ ആക്കും. പക്ഷെ യൂസ് ചെയ്യുന്നതോറും ചുണ്ട് ഭയങ്കരമായിട്ട് നല്ല പോലെ കറുക്കും. കാരണം എൻ്റെത് ഞാൻ ഓൾറെഡി എൻ്റെ പിഗ്മെന്റഡ് ലിപ്സ് ആണ്. അപ്പം ഞാൻ അതൊന്ന് സെറ്റ് ആക്കി കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം അത് ഞാൻ നല്ലതായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തു. പിന്നെ പോകെയാണ് മനസ്സിലായത് ഇത് എനിക്ക് പണി കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില പ്രോഡക്ട്സ് PR വരുന്നതെന്ന് ഞാൻ എടുക്കത്തില്ല. ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ തുടക്കത്തിൽ അറിയാൻ പറ്റും. ഒരു 2-3 ദിവസം കഴിയുമ്പോഴേ അവർക്ക് എന്താ അവര് ഒന്നും തന്നിട്ടില്ലല്ലോ, ജസ്റ്റ് വീഡിയോക്ക് അയച്ചു തന്നു. നമ്മൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ ചെയ്തില്ല. ഇനിയിപ്പം എന്തായാലും കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലേക്ക്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വീട് എവിടെയാണ്, എന്ത് പഠിക്കുകയാണ്? യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് പറയണം. എവിടെയാണ് സ്ഥലം, എവിടെയാണ് സൈദിന്റെ? സോറി, ഞാൻ കൊല്ലമാണ്. കൊല്ലം മേവറം എന്ന് പറയുന്ന സ്ഥലത്താണ്. വയനാടാണ് താമസിക്കുന്നത്. പക്ഷെ ഇപ്പം മാറി ഞങ്ങൾ മേവറത്തോട്ടായി. ഉമ്മയും സൈദുമാണ് വീട്ടിലുള്ളത്? ഞാനും ഉമ്മയും ചേട്ടനും. ചേട്ടനാണ്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? അവൻ ഇൻസ്റ്റാൾമെന്റിന്റെ കളക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യാം. പഠിക്കുകയാണല്ലേ? സോറി, വർക്ക് ചെയ്യാണല്ലേ? ഓക്കെ. അപ്പം എന്തോ പഠിക്കുകയല്ലേ ഇപ്പം? ഞാൻ BSc ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുക. കലൂരാണ്. ഇപ്പൊ 3rd ഇയർ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാറാവുന്നു. ക്ലാസ്സിലൊന്നും പോകാറില്ല. ഞാനിങ്ങനെ കോൺസെൻട്രേഷൻ ആക്കുകയാണ്. ഓക്കെ, അപ്പം എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈഡായിട്ടൊരു പരിപാടി കൊണ്ടുവന്നവർ നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്താണ് അപ്പം ഭാവി പ്ലാൻ? ലൈക്ക് ഇന്റീരിയർ ഡിസൈനിങ് പെർസ്യൂ ചെയ്യാനാണോ ഓർ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആവാനാണോ? എനിക്ക് ഇന്റീരിയർ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത്
പഠിച്ച് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് ഇത് കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റും അത്രയും നാൾ നിൽക്കാൻ ആഗ്രഹമുണ്ട്. അത് കുറച്ച് ഇതാക്കി ബൂസ്റ്റ് ചെയ്തെടുക്കാൻ ഉള്ള ആഗ്രഹമുണ്ട് ഇനി കുറച്ച് നാളത്തേക്ക്. എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല, പക്ഷെ ട്രൈ ചെയ്യും. ഈ കമന്റ് സെക്ഷനൊക്കെ നോക്കുമ്പോഴത്തേക്ക് കാര്യം ഇത്രയും ചീത്തയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഒത്തിരി പെൺകുട്ടികൾ ചേട്ടനെ കണ്ടിട്ട് ക്രഷ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻബോക്സിന്റെ ഒരു അവസ്ഥ? ഇൻബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൽ വരും കുറെ മെസ്സേജ് വരാറുണ്ട്. കല്യാണം കഴിക്കണം എന്നല്ല, ക്രഷ് അടിക്കുന്നുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടംപോലെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്. യൂട്യൂബിൽ മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ട് കമന്റിലായിരിക്കും വരുന്നത്. കമന്റ് സെക്ഷൻ ഓൾമോസ്റ്റ് മിക്ക മേക്കപ്പ് വീഡിയോസിന്റെയും കമന്റ് സെക്ഷനിൽ വരാറുണ്ട്. ഞാൻ ചിരിച്ച് കളയുന്നല്ലോ. അല്ല, അത് കമ്മിറ്റഡ് ആണെങ്കിൽ ചിരിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പ്രതികരിക്കാവുന്നതാണ്. മേ ബി കമ്മിറ്റഡ് ആയതുകൊണ്ടായിരിക്കും. സൈക്കോളജിക്കൽ മൂവ് മനസ്സിലായി കളഞ്ഞു. ഞങ്ങൾ ഇങ്ങനെയാണ് ഓരോന്ന് തോണ്ടി ഇങ്ങനെ ഓർത്തെടുക്കുന്നത്. അപ്പൊ വീട്ടിലപ്പൊ എങ്ങനെയാണ് ഉമ്മ പറയുന്നുണ്ടോ എടാ ഇപ്പം പഠിത്തമൊക്കെ കഴിയാറായി, ഇനിയൊരു വിവാഹം? ഇല്ല, ഞാനും അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ 29-30 വയസ്സ് കഴിയാത്ത കല്യാണം കഴിക്കത്തില്ല എന്നല്ലേ. അപ്പോഴേ കല്യാണം കഴിക്കുള്ളൂ. ഗേൾസ് വെയിറ്റ് ഫോർ ലൈക്ക് 4-5 years എന്നിട്ട് നിങ്ങളൊന്ന് ഹിറ്റ് ചെയ്ത് നോക്കും. അങ്ങനെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നേരത്തെ കിട്ടിയാലോ. എന്താ അത് കേട്ടില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നേരത്തെ കിട്ടിയാലോ. ശരിയാ. അപ്പൊ നല്ലൊരു മൊഞ്ചത്തിനെ തന്നെ കിട്ടട്ടെ എന്തായാലും എന്ന് ഞാൻ പറയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ സൈദ, ഇപ്പം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് എന്തായാലും ഈ ഒരു 4-5 വർഷം കൊണ്ട് യു ഗോണ ഫ്ലറിഷ് ഇൻ യുവർ ഇൻഡസ്ട്രി. ആ ഒരു ഓക്കെ, അങ്ങനെ വിചാരിക്കും, അങ്ങനെ നടക്കട്ടെ എന്ന് തന്നെ ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറേ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. എന്താ പറയാ, LGBTQ അതിനകത്തേക്ക് കാറ്റഗറി LGBTQ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു LGTV HD+. അതാണ് മോസ്റ്റ് ആയിട്ട് വരുന്ന കമന്റ്. അതാണ് LGTV HD+. എന്താണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. LGBTQ ഫണ്ണാക്കി പറയുന്നതാ LGTV HD+ എന്ന് പറഞ്ഞിട്ട്. LGTV HD+. ചേട്ടാ LGBTQ IA+ എന്നാണ് അതിന് പറയുന്നത്. അല്ല, അങ്ങനെയല്ലേ? ഇഫ് ഐ ആം നോട്ട് റോങ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇതിനകത്തേക്ക് എങ്ങനെ പറയുമ്പോഴേ ഭാവിയിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈഫ് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ അത് മാനസികമായിട്ട് എഫക്ട് ചെയ്യും, അങ്ങനെ ചിന്തയൊക്കെ വന്നിട്ടുണ്ടോ എപ്പോഴും? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. ഞാൻ നെഗറ്റീവ്സ് ഒന്നും മൈൻഡിലോട്ട് എടുത്ത് വെക്കാറില്ല. പിന്നെ എന്തായാലും എന്നെ കാണുന്നവരാണ്, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്ന് അവർക്ക് അറിയാൻ പറ്റുമല്ലോ എൻ്റെ ക്യാരക്ടർ എന്താണ്, എൻ്റെ ഇത് എന്താണെന്ന്. അപ്പം ആ ഒരു രീതിയിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള. പക്ഷെ ഞാനൊരു ഗസ് അടിക്കുവാണേ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആരെയോ കണ്ടു വെച്ചിട്ടുണ്ട്. ഇല്ല, സത്യമായിട്ടില്ല. റെഡി ടു മിംഗിൾ ആണോ ഗൈസ്? ചെറുതായിട്ട്. അപ്പം വേഗം വൈക്കോളൂ DMലേക്ക്. കുട്ടിയുടെ ഒരു സിംഗിളാണ്, റെഡി ടു മിംഗിളുമാണ്. ഇനി എനിക്കൊരു കൗതുകത്തിന് പുറത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇനി നമുക്കൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാം. മേക്കപ്പ് എൻതൂസിയാസ്റ്റ്, സ്കിൻ കെയർ വ്ളോഗറൊക്കെ ആയിട്ടുള്ള സയ്യിദ് അൻവറിന്റെ ബാഗിൽ എന്താണെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ഇൻ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല. ഞാനൊരു ട്രിപ്പ് പോകുന്നത് കൊണ്ട് അതിന് വേണ്ടി കൊണ്ടുവന്ന ബാഗ് ഞാൻ അങ്ങനെ എടുത്ത് കൊണ്ടുവന്നതാണ്. ഞങ്ങളൊരു ടേബിൾ എടുത്തിട്ടുണ്ട് സാധനങ്ങൾ ഇങ്ങനെ കയ്യിലൊതുങ്ങിയില്ലെങ്കിൽ എടുത്ത് വെക്കാനായിട്ട്. ഞാനും ഭയങ്കര ഈഗറാട്ടോ എന്താന്ന് കാണാനായിട്ട്. ഫസ്റ്റ് കുറച്ച് മേക്കപ്പ് സാധനങ്ങളുള്ളത്. മേക്കപ്പ് പൗച്ചാണ്. ഇതിനകത്ത് ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഷുഗറിന്റെ ആണ്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ ലിപ് ലൈനർ, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ. സെയിം തന്നെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുണ്ട് സാധനങ്ങൾ എടുക്കാണ്ട് കാണട്ടെ. കോമ്പാക്ട് പൗഡർ, ഓയിൽ ആവുകയാണെങ്കിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ. പിന്നെ ലിപ് ബാം. ഇതേതാ ബ്രാൻഡ്? ചാപ്ടെക്സ്. ഇത് ചുണ്ടിന്റെ കറുപ്പ് മാറ്റുമോ? ഇതൊരു കൺസൾട്ടേഷൻ കൂടി ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, എന്തൊരു ഹെയർ സിറം സ്ട്രീക്സിന്റെ. ഓക്കെ, പിന്നെ മരുന്നൊക്കെയാണ്, അത് കാണിക്കണ്ടല്ലോ. പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി, കുറച്ച് കോണ്ടന്റ് എല്ലാം ഇതിനകത്ത് ഇട്ടുകൊണ്ട് വന്ന വീഡിയോ എടുക്കാൻ വേണ്ടി. ഷീറ്റ് മാസ്ക് നയസിനമൈഡ്. ഇത് നല്ലതാണോ? ട്രൈ ചെയ്ത് നോക്കണം. പറയണേ. സാലിസിലിക് ആസിഡ്. വീണ്ടും ഒരു ഫേസ് മാസ്ക്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് തന്നെ മേടിച്ചൊരു ഹൈലൈറ്റർ. ഈ സാധനമേ ഭയങ്കര ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് സ്റ്റുഡിയോന്റെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് ആൾക്കാർ ഉപയോഗിച്ചോ? ഇത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി, കൊള്ളാം. പിന്നെ ഒരു ലിപ്സ്റ്റിക്, ഗ്ലിറ്റർ ലിപ്സ്റ്റിക്കോ? ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട്. ഇതൊന്നും ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്കേ പണ്ട്
ഞാൻ LKG പഠിക്കുമ്പോൾ ഡാൻസിന് ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ നല്ല ലിപ്സ്റ്റിക്. ഒരു ലിപ് ഗ്ലോസ് മേടിച്ചു. ഓ ദാറ്റ്സ് നൈസ്. ഓക്കെ, ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ഗ്ലോസ്. ഇപ്പൊ ഈ ഗ്ലിറ്ററിന്റെ കാലമല്ലേ ചെയ്തേ അല്ലേ? കുറെ നല്ല ലിപ്സ്റ്റിക്സ് കാണുന്നുണ്ട് ഗ്ലിറ്റർ ഉള്ളത്. പിന്നെ ഒരു പെർഫ്യൂം, അതും അവിടെ തന്നെ മേടിച്ചു. സൂഡിയോ 99 രൂപ. സൂഡിയോയുടെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് തോന്നുന്നത്. കുറെ ഉണ്ടല്ലോ. നീ കുറച്ച് ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അതെന്തായാലും വേറെ പെട്ടിയില്ല, അതുകൊണ്ട്. പിന്നെ ഒരു പോകുന്നത് കൊണ്ട്, ട്രിപ്പ് പോകുന്നത് കൊണ്ട് ഒരു ബോഡി സൺസ്ക്രീൻ. ഒന്നും മുഴുക്കൂലെന്ന് തോന്നുന്നു. സൺസ്ക്രീൻ, കുറെ സൺസ്ക്രീൻ ഉണ്ട്. ഇത്ര സൺസ്ക്രീൻ എന്താ? ഒരു വഴിക്ക് പോകല്ലേ. അപ്പൊ ഈ എല്ലാ 2 മണിക്കൂർ 4 മണിക്കൂർ റീപ്ലൈ ചെയ്യോ? എപ്പോഴും പറ്റൂല. പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. SPF 50+, PA++++, again SPF 50+, PA++++. ഓക്കെ, ഇത് വൈറ്റമിൻ സി സീറമാണ് ഫോക്സിന്റെ. ഓക്കെ, അത് ഞാൻ ചില സമയത്ത് രാത്രി യൂസ് ചെയ്യുന്നതാണ്. ക്രീം, പിന്നെ എൻ്റെ സിറം, 2 സിറം മിനിമലിസ്റ്റിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത്. 2 സിറം. ഓക്കെ, 2 സെൻറ്റ് സ്ഥലം കൂടി വേണ്ടി വരും മിക്കവാറും. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ഞാൻ തേച്ചോട്ടെ. എനിക്ക് ഇതിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇരിക്കുന്ന ഇതിന്റെ മാഡ് അബൌട്ട് യു എന്ന് പറയുന്ന സംഭവമല്ലേ, അങ്ങനെ ഭയങ്കര ഇഷ്ടം. പിന്നെ എൻ്റെ ഫേസ് വാഷ്, ഇതല്ല വേറെ എന്താ തീർന്നു, അത് മേടിക്കണം. ഇതും യൂസ് ചെയ്യുന്നതാണ്. ഫേസ് വാഷ് ആണല്ലേ? ഓക്കെ, മോയ്സ്ചറൈസർ. ആ, ഇത് സ്റ്റുഡിയോ ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ച് ചെയ്യുമ്പോഴത്തേക്കും മിക്കതും പോകില്ലല്ലോ, അപ്പം അതിന് വേണ്ടി റിമൂവ് ചെയ്യാൻ വേണ്ടി മേടിച്ചത്. ലിപ്സ്റ്റിക് തീർന്നു. ഇനി എൻ്റെ പേഴ്സ്, പിന്നെ എൻ്റെ മെഡിസിൻ, ചാർജർ, ഹെഡ്സെറ്റ്, ഒരു ബോ, അത്രേ ഉള്ളൂ. ഓ അടിപൊളി. ഇത്ര സാധനങ്ങളാണ് നമ്മുടെ സെയ്ദിന്റെ ഇതിനകത്തുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഞാൻ യൂസ് ചെയ്യില്ല, ഞാൻ ഇത് ഓരോ സമയങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന. എന്തായാലും ഇതല്ലാതെ തന്നെ വേറൊരു പൗച്ചും കൂടെ ഉണ്ടാകും. ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും സാധനങ്ങൾക്ക് എത്ര രൂപയായിട്ടുണ്ടാകും? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ല. സ്റ്റുഡിയോ കാശ് കൊടുത്ത് മേടിച്ചത്, ചിലതൊക്കെ PR വരുന്നതാണ്. ഇത് രണ്ടും കാശ് കൊടുത്ത് മേടിച്ചത്. ഇതിലിരിക്കുന്നില്ല ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത്. എന്നാലും പൈസ കൊടുത്ത് മേടിച്ചതിന്റെ എങ്ങനെ വരും നോക്കട്ടെ, കൂട്ടി പറയണം, അത് ഓരോന്നിന്റെ വില പറഞ്ഞാൽ മതിയോ? ഒരു അപ്രോക്സ് ലീവ് ഇറ്റ്. എല്ലാത്തിന്റെയും കൂടെ PR വന്നതും എല്ലാം കൂടെ കൂട്ടിയിട്ട് എന്തായാലും ഒരു 5000 6000 ഉണ്ടാവും. കാരണം ഇതിന് നല്ല വിലയുണ്ടല്ലോ. അതിനകത്ത് രൂപയാണ്. ഇത് ഞാൻ മേടിച്ചല്ലേ, ഇത് എനിക്ക് ഗിഫ്റ്റഡ് ആണ്. ഇതിന് എന്തായാലും നല്ല 2000 രൂപ എടുത്തുണ്ട് ഉണ്ടാവും. ഇതിന് എത്ര? 300 ആണെന്ന് തോന്നുന്നു. 300 രൂപ. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂട്ടിക്കോണേ, ഞാൻ മാക്സിൽ വീക്കാ ഗൈസ്. ഇത് 500. അത് 500. ഇത് എത്രയാ? 500 ആണെന്ന് തോന്നുന്നു. 500. ഇത് 100. ഇത് എത്ര? ഇതിന്റെ വില എനിക്കറിയത്തില്ല. ഇതിന് എത്രയാ? അതും 500 ആണെന്ന് തോന്നുന്നു. 500 കളികളല്ലേ, പൈസക്കാർക്ക് എന്ത് ആവുമല്ലോ ഗൈസ്. ഇത് എത്ര? ഇതിന് 30 രൂപയുള്ളൂ. ഓക്കെ, സ്റ്റുഡിയോ എല്ലാം വിലക്കുറവ്. അത് എനിക്ക് PR വന്നതാ. വന്ന എന്നാലും ഇതിനുണ്ടല്ലോ 1800 രൂപ ഉണ്ടല്ലോ. ഇതിന് എന്തായാലും 700 രൂപ ഉണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ ബ്രഷ് ഒക്കെ ഉണ്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ള. ഓക്കെ, ഇതിന് 700 രൂപ ഉണ്ട്. 700 രൂപ. ഇതിന് എത്ര? ഇത് 149. ഇതെല്ലാം കൂടി 450. 450. 550. എനിക്ക് അറിയേണ്ടത് മിനിമലിസ്റ്റിന്റെ സിറത്തിന്റെ വിലയാണ്. അത് 600. 1200. 700ഉം 600ഉം. അപ്പൊ 1300. അപ്പൊ മൊത്തത്തിൽ എത്ര രൂപയായി? 7000 രൂപയുടെ സാധനങ്ങളായിട്ടാണ് നടക്കുന്നത്. ഓ മൈ ഗോഡ്. ഇതല്ല, ഇനിയുണ്ട് വീട്ടിൽ കുറെ സാധനം. അങ്ങനെ എല്ലാം കൂടെ 7000 + 7000 നമുക്കൊരു 10-14 രൂപയുടെ കൂടുതലുണ്ട്. വീട്ടില് കുറെ സാധനങ്ങൾ, ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ കൊണ്ടുവന്ന പെട്ടിയിൽ തന്നെ വേറെ ഇനിയും കുറെ സാധനങ്ങൾ. പെട്ടിയുടെ അത് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, കയ്യിലുള്ള ഏറ്റവും ബ്രാൻഡഡ് വില കൂടിയ സാധനം എന്താണ് അതിന്റെ വില? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. എനിക്കറിയത്തില്ല. അത് വെറുതെ എന്തെങ്കിലും സാധനം ഭയങ്കര ഹൈ എൻഡ് സാധനം കയ്യിലുണ്ടാവുമല്ലോ. ഇല്ല, ഞാനെല്ലാം എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെ മേടിക്കും. വാട്ട് ഈസ് ദ മോസ്റ്റ് തിങ്, ലൈക്ക് കോസ്റ്റ്ലിയസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ അഫോർഡ്? 1000-നകത്ത്, അതായത് 500, 600 അത്രേ ഉള്ളൂ. ഞാൻ അതിൽ കൂടുതലൊന്നും സാധനങ്ങൾ ഇത് നമ്മൾ വിശ്വസിക്കണം അല്ലേ ഗൈസ്? തൽക്കാലം ഇത്രയും തന്നെ ഉണ്ട് 7000. ഇത് കൂടാതെ ഒരു 13,000-ന്റെ പെട്ടികൾ വേറെ വീട്ടിലും ഉണ്ട്, ഒരു പെട്ടി പുറത്തും ഉണ്ട്. അപ്പൊ തന്നെ ഒരു 1.25 അല്ലേ?
ആയിട്ടുണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി സായത്. തിരിച്ചിടാറില്ലല്ലേ? പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് കുഴപ്പമില്ല. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു സംസാരിച്ചിരുന്നത്. പിന്നെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേറെ ഡൗട്ട് കൂടെ ചോദിക്കാനുണ്ട്. ഈ മീശയും താടിയും വളരാനായിട്ട് എന്തെങ്കിലും ടിപ്സ്? നമുക്ക് വളരാനുള്ളതാണെങ്കിൽ അത് വളരും. ഈ കരടി നെയ് അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ സംഭവം മീശയും താടിയെല്ലാം ജനറ്റിക് ആണ്. അപ്പം പോവാതെ കാക്കുക. മുടിയിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. താടിയിൽ മീശയിൽ വർക്ക് ആവും തോന്നില്ല എനിക്ക്. പിന്നെ മിനോക്സിഡിൽ വർക്ക് ചെയ്യും തോന്നുന്നു. മിനോക്സിഡിൽ വർക്ക് ചെയ്യും. എന്താ മിനോക്സിഡിൽ? അതൊരു സംഭവമാണ്. എന്താ ഒരു സെറം പോലത്തെ ഒരു സംഭവമാണ്. അത് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും. സംഭവമാണല്ലേ? പോയ മുടി വളരാം. പക്ഷെ അത് നിർത്തിയാൽ അതുപോലെ പൊഴിഞ്ഞു പോകും. ഒറ്റ അടിക്ക് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. നിർത്തുകയാണെങ്കിൽ പോലും പയ്യെ 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 അതിനെ പറ്റിച്ച് നിർത്തുക എന്ന് പറയില്ലേ, അതാണ്. അങ്ങനെ നിർത്താൻ പറ്റും. അല്ലെങ്കിൽ അത് വന്നതിന്റെ ഇരട്ടി തിരിച്ച് കൊഴിഞ്ഞു പോകും. ടേക്ക് ദി അഡ്വൈസ് ഫ്രം ദി എക്സ്പെർട്ട്. പക്ഷെ എന്ത് ഉപയോഗിക്കുമ്പോൾ മിനോക്സിഡിൻ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഇതാ ലിപ് ലൈനർ. ഇത് ഞാൻ എടുത്തൊന്നും വേണ്ട. ഓക്കെ, അപ്പം എന്തായാലും സൈദേ അടിപൊളിയായിരുന്നു സംസാരിച്ചിരുന്നത്. ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, കംഫർട്ടബിൾ ആയിരുന്നില്ലേ? അപ്പൊ ട്രിപ്പൊക്കെ അടിച്ചു പൊളിക്കുക. ഫ്രണ്ട്സിന്റെ ഒപ്പം അല്ലേ പോകുന്നത്? അപ്പം മറ്റേ നേരത്തെ പറഞ്ഞ കുട്ടിയൊക്കെ പെട്ടെന്ന് സെറ്റ് ആവട്ടെ. ഇനിയും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ കയറട്ടെ. നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു ചേഞ്ച് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇനിയും സാധിക്കട്ടെ. അല്ലെങ്കിൽ ഹാഫ് ദ വേ ദെയർ. ഇനിയും മുമ്പോട്ട് അതേപോലെ തന്നെ പോട്ടെ എന്ന വിഷയമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് ഇന്റർവ്യൂ. ബൈ.